ഹലോ ഹായ് നമസ്തേ നമസ്കാരം അസ്സലാമു അലൈക്കും ഇറ്റ്സ് മീ അമീൻ. അപ്പൊ ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് എന്റെ കാറിനെ കുറിച്ചാണ്. ഞാൻ ഊബർ ഓടിക്കുന്ന ഈ ഹുണ്ടായി ഇയോണാണ് ഗൈസ്, 2017 മോഡൽ. അപ്പൊ ഈ വണ്ടിക്ക് എന്ന് വെച്ചാൽ ഒട്ടും ബിൽഡ് ക്വാളിറ്റി ഗൈസ്. പറയാന്ന് വെച്ചാല് കട്ടറൊക്കെ ചാടുമ്പോ ബാക്കിലെ ഡിക്കിന്നൊക്കെ എന്ത് കടകടാന്ന് ശബ്ദമാണ്. പിന്നെ ഗ്ലാസ് ഒക്കെ വൈബ്രേഷൻ ചെയ്യും. അങ്ങനെ ഒരുപാട് കംപ്ലൈന്റ് ഗൈസ്. പിന്നെ ഗിയറൊക്കെ രാവിലെ എടുക്കുമ്പോ കുഴപ്പമില്ല, പിന്നെ കുറച്ച് അങ്ങോട്ട് ഓടിക്കഴിയുമ്പോ ഗിയറൊക്കെ ടൈറ്റ് ആവും. പിന്നെ ഞാൻ കഴിഞ്ഞ മാസം ഗൈസ് ഈ വൈപ്പർ ബ്ലേഡ് മാറ്റിയത്. അങ്ങനെ വൈപ്പർ ബ്ലേഡ് മാറ്റി ഇപ്പൊ ഒരു മാസം ആവണുള്ളൂ. അപ്പോഴത്തേക്കും ഈ സാധനം തേയാൻ തുടങ്ങി. അത് കമ്പനിയുടെ സാധനം മേടിച്ചത് വൈപ്പർ. പിന്നെ ടയറൊക്കെ ഒരു സൈഡ് ഇങ്ങനെ തേയാൻ തുടങ്ങും. അപ്പൊ ഞാൻ എന്റെ വണ്ടിയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ചപ്പോ വേറെ ആരും പറഞ്ഞു, അവര് പറഞ്ഞ വേറെ കംപ്ലൈന്റുകളാണ്. അപ്പൊ ഗൈസ്, ഞാൻ പറയാൻ വന്ന മൈലേജ് ഉണ്ട് ഗൈസ്. മൈലേജ് നമുക്ക് ലോക്കൽ ഒരു 890 ഫുൾ ടാങ്ക് അടിച്ചാൽ 210 കിലോമീറ്റർ നമുക്ക് ട്രാഫിക്കിൽ കിട്ടും. മൈലേജ് ഉണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ലോങ് ഇപ്പൊ എറണാകുളത്ത് തൃശ്ശൂർ ലോങ് വെക്കണം 250 എന്തായാലും മൈലേജ് ലോങ് കിട്ടും. അപ്പൊ ഗൈസ്, മൈലേജിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് ഇയോൺ എടുക്കാം. അല്ലാണ്ട് ഗൈസ് എടുക്കരുത്. ആരെങ്കിലും ഇയോൺ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാവധി എടുക്കാണ്ടിരിക്കുക ഗൈസ്. കാരണം ഒട്ടും ബിൽഡ് ക്വാളിറ്റി ഇല്ല, അതാണ് കാരണം. പിന്നെ ഞാൻ പെട്ടുപോയി, എനിക്കറിയാൻ പാടാർന്ന്. ഞാൻ ചെറിയ വില കിട്ടിയപ്പോ വണ്ടി എടുത്താണ്. പിന്നെ വണ്ടിയോട് പണിയാണ് ഗൈസ്. പിന്നെ എനിക്ക് EMI ഒക്കെ ഉണ്ട്, 1 വർഷം പിടിക്കും. അത് കഴിയാണ്ട് എനിക്ക് ഈ വണ്ടി സെയിൽ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ ഈ വണ്ടി EMI കഴിഞ്ഞാൽ വണ്ടി ഞാൻ തട്ടും, അത് വേറെ കാര്യം. പിന്നെ എടുക്കാൻ പോകുന്നത് കാര്യം ഞാൻ പറഞ്ഞേ കൊടുക്കുള്ളൂ, ആരും പറ്റിക്കൂല ഗൈസ്. എനിക്ക് പെട്ട പോലെ വേറെ ആരും പെടാൻ ഞാൻ സമ്മതിക്കൂല. അപ്പൊ ഗൈസ്, നിങ്ങളുടെ ആരെങ്കിലും ഇയോൺ ഊബർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടുത്തെ പരമാവധി എടുക്കലേന്ന് പറഞ്ഞ ഗൈസ്, പെട്ടുപോകും. അതുകൊണ്ടാണ്. അപ്പൊ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.